ഹോളിയോടനുബന്ധിച്ച് നമ്മുടെ ഗെയിമിലേക്ക് കുറേയധികം ന്യൂ ആയിട്ടുള്ള അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും, ഞാൻ കേൾബോയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഇന്ത്യൻ ബൈറ്റാണ് വിളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങളെല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലിനെ അതുപോലെ തന്നെ നമ്മുടെ ധോണിനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ധോണിയുടെയും വിരാട് കോഹ്ലിയുടെയൊക്കെ ക്യാരക്ടേഴ്സ് നമ്മുടെ ഗെയിമിലേക്ക് വന്ന കാര്യം നിങ്ങളെല്ലാ കൂട്ടുകാരും ഭൂരിഭാഗം അറിഞ്ഞാണ്. പക്ഷേ എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇന്നത്തേക്ക് കൂടെ ചെയ്യുന്നത്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെ നമ്മുടെ ധോണീനെ എടുക്കാം, അതുപോലെ തന്നെ വിരാട് കോഹ്ലിനെയൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ഞാനിവിടെ ധോണീനെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വിരാട് കോഹ്ലിനെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുക്കത്തുള്ളൂ. നമ്മൾ വേണമെങ്കിൽ ഞാൻ ധോണീനെ എടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്തായി പോവും. നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ മടുപ്പടിക്കും. അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണ്, ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ഗെയിമിലേക്ക് കയറുക. എന്തായാലും ഗെയിം ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലായിട്ട് ഒരു ലിങ്ക് വേണം. ആ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. എല്ലാ കൂട്ടുകാരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിട്ട് അവിടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നേരെ ക്രോമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പം ഒരു ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ അതേപോലെ തന്നെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. എന്തായാലും അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഓൺ ആക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഗെയിമിലേക്ക് കയറണം. അപ്പോൾ കുറേ നാളായി ഞാൻ ഗെയിമിലേക്ക് കയറിയിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു വലിയ അധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ കുറേ അപ്ഡേറ്റിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തതും. എന്തായാലും നിങ്ങൾക്കത് തരാമെന്ന് വെച്ചാണ്. നിങ്ങൾക്ക് എങ്ങനെ എടുക്കണമെന്ന് അറിയാത്ത കുറേ കൂട്ടുകാരുണ്ട്. എന്തായാലും അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നെറ്റ് നിങ്ങൾ ആദ്യം ഓൺ ആക്കണം. എന്തായാലും ഞാനിവിടെ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെ നെറ്റ് ഞാൻ ഓൺ ആക്കിയിട്ടില്ല, എൻ്റെ കൈ കൊണ്ട് ബാക്കായി പോയതാണ്. എന്തായാലും നെറ്റ് ഓൺ ആക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ നെറ്റ് ഓൺ ആക്കിയാൽ മാത്രമേ ഈ ഒരു ഫയൽ നിങ്ങളുടെ ഇവിടെ ലോഡാകത്തുള്ളൂ. എന്തായാലും അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ നെറ്റ് ഓൺ ആക്കുക. ഞാനാണെങ്കിൽ ഇവിടെ നെറ്റ് ഓൺ ആക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. നെറ്റ് ഓൺ ആക്കിയിട്ട് നേരെ RGS മെനു എടുക്കാം. അവിടെയായിട്ട് ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്ത് കഴിഞ്ഞ് എന്തുവാണ് സ്റ്റെപ്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് ഇത് കേൾക്കുക, അല്ലാതെ പകുതി കൊണ്ടിട്ട് പോകരുത്. പകുതി കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പിണ്ണാക്കും മനസ്സിലാകത്തില്ല. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇത് കേൾക്കുക. അപ്പോൾ നമ്മുടെ ഗെയിമിൽ കുറേ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ എൻ്റെ ആകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഇവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞ് നേരെ എൻ്റെ ഫയൽ സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ധോണിയുടെ ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഡാക്കി. ലോഡാക്കുമ്പോൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് ലോഡോടെന്ന് പറഞ്ഞ് കാണിക്കും. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ കയറുക. ഞാൻ ആ ഫയൽ സെലക്ട് ചെയ്യുന്നത് ഫുള്ളായിട്ട് കാണിക്കാഞ്ഞത് കുറേയധികം ഇഷ്യൂസ് ഉള്ള കാരണമാണ്. എന്തായാലും ഫയൽ കുറേയധികം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അത് കാരണമാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഏതൊരു ഇതിൻ്റെ അകത്താണ്, ഏതൊരു ബ്രൗസറിലാണ് അത് പോയി കിടക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ ധോണിയുടെ ഫയൽ തന്നെ ലോഡ് കൊടുത്തു കഴിഞ്ഞ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധനം കിട്ടുന്നതായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഫുള്ളൊന്ന് ബാക്ക് പോവാണ്. പണ്ടൊക്കെ ഞാൻ ഇവിടുന്ന് ബാക്ക് അടിക്കാനൊക്കെ ഞാൻ പഠിച്ചായിരുന്നു. ഇപ്പോൾ അതൊക്കെ മറന്നുപോയി. എന്തായാലും നമുക്ക് ഒന്നുകൂടെ സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഞാൻ ഒന്നുകൂടെ ബാക്ക് അടിച്ച് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട്. ധോണി വന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. നമ്മുടെ ധോണിയുടെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ജോയിൻ ആയിട്ട് അതൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പക്കയായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഞാൻ കുറേ അധികം വെച്ച് അവരെയൊക്കെ വെച്ച് കളിച്ച് നോക്കി. ഇപ്പോൾ ധോണി ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ആഡായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിനെ ആഡാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അത് വേണമെന്നുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ വിരാട് കോഹ്ലിയുടെ ലിങ്ക് കിടപ്പുണ്ട്. ചിലപ്പോൾ ആ വാട്സപ്പ് ചാനലിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോകത്തില്ല, എന്തെങ്കിലും എറർ കാണിക്കും. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി ക്രോമിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ചെയ്തപ്പോഴാണ് എനിക്കത് റെഡിയായിട്ട് കിട്ടിയത്.
എന്തായാലും എല്ലാ കൂട്ടുകാരും അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നമ്മുടെ വിരാട് കോഹ്ലിയുടെയും അതുപോലെ തന്നെ ധോണിയുടെയും ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ ബൈറ്റർ കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ സൗണ്ട് ചെറുതായിട്ടൊന്ന് അടഞ്ഞിട്ടുണ്ട്, കാരണം അത്രയും സൗണ്ട് എടുത്ത് പറഞ്ഞ കാരണമാണ്. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണേൽ എൻ്റെ ഇൻസ്റ്റൈഡി കൂടെ ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഗെയ്സ് അത് വിടുക. ഇനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ഹോളിയാണ്. ഹോളിയായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാൻ നമുക്ക് ഒരു ഹോളി ഗണ്ണ് വരാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഗെയ്സ് അതിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു 60-70% ചാൻസ് നമുക്ക് കൊടുക്കാം. കാരണം ഹോളി ഗണ്ണ് ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഡെവലപ്പർ ആഡാക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. കുറേ പേര് അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടു കാണും. പിന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം നമ്മുടെ ഡെവലപ്പറാണ്. ഒരു സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ സാധനമൊക്കെ കൊണ്ടുവരുന്നത്. ജസ്റ്റ് നിങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ വെക്കാം അതിൻ്റെ പിക്ക്. എന്തായാലും നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണുമല്ലോ ഒരു ഹോളിയുടെ ഗണ്ണ് വെച്ച് ഒരാളെ ഷൂട്ട് ചെയ്യുന്നതായിട്ട്. എന്തായാലും ആ ഒരു ഹോളി ഗണ്ണ് നമ്മുടെ ഗെയിമിലേക്ക് ആടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റി ഫുള്ളായിട്ട് ഹോളിയുടെ ഒരു തീമിലേക്ക് ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കാറിലൊക്കെ നിങ്ങൾക്ക് ഹോളിയുടെ പ്രിൻറ്റ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്തായാലും അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ടൈം വളരെയധികം കുറവാണ്, കാരണം നമുക്കിനി കുറച്ച് ഐറ്റംസിനെ പറ്റി സംസാരിക്കാനുണ്ട്. അത് നമ്മുടെ അപ്ഡേറ്റിൻ്റെ കാര്യമാണ്. കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ ഇനി എപ്പോഴാണ് നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വരുന്നതെന്ന്. ചിലപ്പോൾ ഈ ഒരു മാസം 10 അല്ലെങ്കിൽ 15 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലേക്ക് ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതിൻ്റെ അകത്തായിരിക്കും ഈ ഹോളിനെ പറ്റിയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ഗീസ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഗീസ് ഹോളിയായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ഡെവലപ്പർ നേരത്തെ അതിനെപ്പറ്റിയുള്ള റൂമേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ കുറേയധികം യൂട്യൂബേഴ്സാണ് ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഗെയിമിലേക്ക് ഹോളി ഗണ്ണും അതൊക്കെ വന്നെന്ന് പറഞ്ഞ് കുറേ പേരാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ടൈം ബോംബൊക്കെ പോലെ നമുക്ക് ഹോളി നിറച്ചതായിട്ടുള്ള ബലൂൺ എറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വല്ലതും കൊണ്ടുവരുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട്. കുറേ പേര് അതിനെപ്പറ്റിയൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചാനൽസൊക്കെ കുറേയധികം സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് കാരണം നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എന്തായാലും ഇന്ത്യൻ ബൈറ്റർ കളിക്കുന്ന നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവരൊന്നും ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല. എന്തായാലും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കുറേ നാളായിട്ടുള്ള ഒരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ ഗെയിമിലേക്ക് വന്നിരിക്കുന്നത്. ഇനി തൊട്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ കിഡിലൻ പോലെയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഇന്ത്യൻ ബൈറ്റർ കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ധോണിയുടെയും വിരാട് കോഹ്ലിയുടെയും ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോളിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഹോളി ഗണ്ണായിരിക്കാം ചിലപ്പോൾ വരുന്നത്. ചിലപ്പം നമ്മുടെ ഹോളിയുടെ ബലൂൺസ് ആയിരിക്കാം വരുന്നത്. നമ്മുടെ ടൈം ബോംബ് പോലെ എറിഞ്ഞിട്ട് ചിലപ്പം ആക്റ്റീവ് കൊടുക്കുമ്പോൾ പൊട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ എറിയുമ്പോൾ തന്നെ പൊട്ടുന്നതായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുമെന്നാണ് ഗൈസ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ടോം ആൻഡ് ജെറിനെ കൊണ്ടുവന്നേക്കാം ഗൈസ്, അതിനും ചാൻസ് ഉണ്ട്. കുറേ പേരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.